നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പകർച്ചപ്പനികളായ പക്ഷിപ്പനി, H1N1 എന്നിവയ്ക്കെതിരെ ജാഗ്രത വേണമെന്ന ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. പക്ഷികളിൽ നിന്നും അപൂർവം ഘട്ടങ്ങളിൽ മനുഷ്യരിലേക്കും പനി പകരാമെന്ന് ആരോഗ്യവകുപ്പ്. റോട്ടറി ക്ലബ്ബ് ഓഫ് ആലപ്പി വജ്ര ജൂബിലി ആഘോഷത്തിന്റെ നിറവിൽ. ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതുൾപ്പെടെ നിരവധി സേവന പ്രവർത്തനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പള്ളിപ്പുറം തിരുവൈരാണിക്കുളം കളത്തിൽ ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവം ഭക്തിസാന്ദ്രം. ഞായറാഴ്ച രാത്രി നടന്ന ആറാട്ടുത്സവത്തിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ചേർത്തല നഗരഹൃദയത്തിലെ മുന്തിരിത്തോട്ടം കൗതുക കാഴ്ചയാവുന്നു. ചേർത്തല മനോരമ കവലയ്ക്ക് പടിഞ്ഞാറ് വശത്ത് തോമസ് കുട്ടിയുടെ വീടിന്റെ ടെറസിൽ നിറയെ മുന്തിരിക്കുല. വാർത്തകൾ വിശദമായി. പകർച്ചപ്പനികളായ പക്ഷിപ്പനി, H1N1 എന്നിവയ്ക്കെതിരെ ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. പക്ഷികളിൽ നിന്ന് അപൂർവ ഘട്ടങ്ങളിൽ മനുഷ്യരിലേക്കും പനി പകരാനുള്ള സാധ്യതയുണ്ടെന്നും ആരോഗ്യവകുപ്പ്. ഇൻഫ്ലുവൻസ ഇനത്തിൽപ്പെട്ട പകർച്ചപ്പനികളായ പക്ഷിപ്പനി, H1N1 എന്നിവയ്ക്കെതിരെ പ്രതിരോധശീലങ്ങൾ പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. രോഗബാധിതരായ പക്ഷികളിൽ നിന്നും അപൂർവം ഘട്ടങ്ങളിൽ മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണ് പക്ഷിപ്പനി. മനുഷ്യരിലേക്ക് ബാധിച്ചാൽ രോഗം മാരകമാകാം. വളർത്തു പക്ഷികൾക്കിടയിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കേണ്ടതാണ്. രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരെയും ആരോഗ്യ പ്രവർത്തകരെയും ഉടൻ തന്നെ അറിയിക്കണം. രോഗബാധിതരായ പക്ഷികളുമായി സമ്പർക്കത്തിലായവർ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി അനുസരിക്കണം. ശക്തമായ ശരീരവേദന, പനി, ചുമ, ശ്വാസം മുട്ടൽ, ജലദോഷം, കഫത്തിൽ രക്തം മുതലായവയാണ് രോഗലക്ഷണങ്ങൾ. പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും കോഴി, താറാവ്, കാട തുടങ്ങിയ വളർത്തു പക്ഷികളെ കൈകാര്യം ചെയ്യുന്നവരും ഈ സാഹചര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ സംശയിച്ചാൽ എത്രയും പെട്ടെന്ന് ആരോഗ്യ പ്രവർത്തകരെ വിവരം അറിയിക്കണം. സ്വയം ചികിത്സ ചെയ്യരുതെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. പക്ഷിപ്പനിയുടെ സാമ്പിൾ പരിശോധനയ്ക്ക് ചിലവ് വർദ്ധിക്കുന്നു. ചത്ത താറാവുകളെ പരിശോധനയ്ക്ക് അയക്കാൻ വൈകുന്നുവെന്ന് പരാതി. മാവേലിക്കര തഴക്കരയിലും ഇടത്തു ആന പ്രാമ്പാലിലും താറാവുകൾ ചത്തുവീണത് പക്ഷിപ്പനി കാരണമാണെന്ന് സംശയമുണ്ടായിട്ടും സാമ്പിളുകൾ പരിശോധനയ്ക്കായി ഇതുവരെ ഭോപ്പാലിലെ ലാബിലേക്ക് അയച്ചില്ല. വെള്ളിയാഴ്ച ഉച്ചയോടെ ശേഖരിച്ച സാമ്പിളാണ് ഇനിയും പരിശോധനയ്ക്ക് അയക്കാത്തത്. ഭോപ്പാലിലെ അതിസുരക്ഷാ പരിശോധനാ നിർണയ ലബോറട്ടറിയിൽ പരിശോധന നടത്തി ഫലം വന്നെങ്കിൽ മാത്രമേ പക്ഷിപ്പനി സ്ഥിരീകരിക്കാനാവൂ. സാമ്പിളുമായി ഭോപ്പാലിലേക്ക് ഒരാൾ പോകണമെന്നതും അതിൻ്റെ ചെലവുമാണ് സാമ്പിൾ അയക്കുന്നത് വൈകിപ്പിക്കുന്നത്. വിമാനത്തിൽ സാമ്പിൾ അയക്കുന്നതിനും ഒരാൾ പോയി വരുന്നതിനുമായി 25,000 രൂപയോളമാണ് ചെലവ് വരുന്നത്. മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ആവശ്യത്തിന് ഫണ്ട് ഇല്ലെന്നിരിക്കെ ഓരോ തവണയും പക്ഷിപ്പനി സാമ്പിളുകളുമായി ഭോപ്പാലിലേക്ക് പോകേണ്ടി വരുന്നത് ചെലവുകൾ കൂട്ടുകയാണ്. അതിനാൽ ഏതാനും സ്ഥലങ്ങളിൽ നിന്നുള്ള സാമ്പിളുകൾ ഒന്നിച്ചാണ് അയക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ഏതാനും സാമ്പിളുകൾ കൂടി ലഭിച്ച ശേഷം ഒന്നിച്ച് ഭോപ്പാലിലേക്ക് അയക്കുമെന്നാണ് മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. സാമ്പിളുമായി വിമാനയാത്ര നടത്താൻ സന്നദ്ധരായ ആളുകളും കുറവാണ്. അതിനാൽ സാമ്പിളുകളുമായി പോകുന്നവർക്ക് ഒരാഴ്ചയിൽ തന്നെ ഒന്നിലധികം യാത്ര ബുദ്ധിമുട്ടാണെന്നതും മൃഗസംരക്ഷണ വകുപ്പ് പറയുന്നു. ടൈം ന്യൂസ്, ആലപ്പുഴ. റോട്ടറി ക്ലബ്ബ് ഓഫ് ആലപ്പുഴ വജ്ര ജൂബിലി ആഘോഷത്തിന്റെ നിറവിൽ. ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നത് ഉൾപ്പെടെയുള്ള നിരവധി ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾ നടപ്പാക്കുമെന്ന് ഭാരവാഹികൾ ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 1939 കൊച്ചിയിൽ റോട്ടറി ക്ലബ്ബ് ഓഫ് കൊച്ചിൻ ഫോം ചെയ്തതോടുകൂടിയാണ്. അത് കഴിഞ്ഞിട്ട് 1949 കേരളത്തിലെ 3ാമത്തെ ക്ലബ്ബായിട്ടാണ് റോട്ടറി ക്ലബ്ബ് ഓഫ് ആലപ്പി സ്ഥാപിതമായത്. കൃത്യമായിട്ട് പറഞ്ഞാൽ 1949 ജൂലൈ 25 ആലപ്പി റോട്ടറി ക്ലബ്ബ് ഓഫ് ആലപ്പി സ്ഥാപിതമായത്. 2024 75 വർഷം പൂർത്തിയാക്കുന്ന ഈ അവസരത്തിൽ ഞങ്ങളുടെ ക്ലബ്ബ് പ്ലാറ്റിനം ജൂബിലി, വജ്ര ജൂബിലി ആഘോഷിക്കുകയാണ്. ഇതിനു മുമ്പ് സിൽവർ ജൂബിലിയും ഗോൾഡൻ ജൂബിലിയും എല്ലാം ഞങ്ങൾ ആഘോഷിച്ചത് സമൂഹത്തിന് പ്രയോജനപരമായ പ്രോജക്റ്റുകൾ ചെയ്തുകൊണ്ട് തന്നെയാണ്. അതുപോലെ ഈ പ്ലാറ്റിനം ജൂബിലി സെലിബ്രേഷൻസും ഞങ്ങളുടെ ഒരു പ്രോജക്റ്റ്, ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് പ്രോജക്റ്റ് ആയിട്ട് തന്നെയാണ് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്.
ആ പ്രോജക്റ്റ് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത് റോട്ടറി വില്ലേജ്. അതൊരു പാർപ്പിട പദ്ധതിയാണ്. അതിന് ആവശ്യത്തിനായി റോട്ടറി ക്ലബ് ഓഫ് ആലപ്പി മുഹമ്മ പഞ്ചായത്തിൽ 20 സെൻറ്റ് സ്ഥലം സ്വന്തമായി റോട്ടറി ക്ലബിൻ്റെ തന്നെയായുള്ള റോട്ടറി ചാരിറ്റി സൊസൈറ്റിയുടെ പേരിൽ വാങ്ങിച്ചിട്ട് ആ 20 സെൻറ്റ് സ്ഥലത്ത് 500 സ്ക്വയർ ഫീറ്റിൻ്റെ 7 വീടുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പദ്ധതി, ഞങ്ങളുടെ പ്ലാറ്റിനം ജൂബിലി പ്രോജക്റ്റ്. ഒരു വീട് 500 സ്ക്വയർ ഫീറ്റ്, ഉദ്ദേശം 8 ലക്ഷം രൂപ ചെലവ് വരുന്ന 7 വീടുകൾ. റോട്ടറി ക്ലബ് ഓഫ് ആലപ്പി കേരളത്തിലെ പുരാതനമായ ക്ലബ്ബുകളിൽ ഒന്നാണ്. 1949 ജൂലൈ 25 ഈ ക്ലബ്ബ് ചാർട്ടർ ചെയ്യപ്പെട്ടത്. കഴിഞ്ഞ 74 വർഷമായി ആലപ്പുഴ പട്ടണത്തിലും സമീപ പ്രദേശങ്ങളിലും നിരവധി സേവന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നേറുകയാണ് റോട്ടറി ക്ലബ്ബ്. നിരവധി സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ, ദന്തൽ ക്യാമ്പുകൾ, തിമിരരോഗ ശസ്ത്രക്രിയാ ക്യാമ്പുകൾ, LN4 പദ്ധതി പ്രകാരം കൃത്രിമ കൈ സൗജന്യമായി നൽകുന്ന പദ്ധതി, 2018 വെള്ളപ്പൊക്കത്തിൽ ദുരിതം അനുഭവിച്ച കുട്ടനാട്ടിലെ കായൽപ്പുറം എന്ന ഗ്രാമത്തെ ദത്തെടുക്കൽ, ആലപ്പുഴ WC ഹോസ്പിറ്റലിൽ നിർമ്മിച്ചു നൽകിയ ബ്ലഡ് ബാങ്ക് കെട്ടിടം തുടങ്ങിയവ ക്ലബ്ബ് നടപ്പിലാക്കിയ ഏതാനും ചില പദ്ധതികളാണ്. ജൂലൈ 25 ക്ലബ്ബ് അതിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം നടത്തുകയാണ്. ഇതോടനുബന്ധിച്ച് റോട്ടറി വില്ലേജ് എന്ന പദ്ധതി ആവിഷ്കരിക്കുകയും ഇതിൻ്റെ കീഴിൽ സ്വന്തമായി വീട് നിർമ്മിക്കാനുള്ള സ്ഥലമോ സാമ്പത്തികമോ ഇല്ലാത്ത സമൂഹത്തിൽ താഴെത്തട്ടിൽ കിടക്കുന്നവർക്കായി 7 വീടുകൾ സൗജന്യമായി നിർമ്മിച്ചു നൽകുകയാണ് റോട്ടറി ക്ലബ്ബ്. ഈ പദ്ധതിയുടെ ആവശ്യത്തിലേക്കായി മുഹമ്മ ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിൽ കാട്ടുകട ക്ഷേത്രത്തിന് സമീപമായി 20 സെൻറ്റ് സ്ഥലം ക്ലബിൻ്റെ പേരിൽ വാങ്ങുകയും തുടക്കത്തിൽ 3 വീടുകളുടെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 2024 ജൂലൈ 25 വീടുകളുടെ താക്കോൽ ദാനകർമ്മം നിർവഹിക്കാവുന്ന രീതിയിലാണ് നിർമ്മാണം മുന്നോട്ട് പോകുന്നത്. ആലപ്പുഴയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ റോട്ടോറിയൻ ജോൺ വി ജോർജ്, പ്ലാറ്റിനം ജൂബിലി കമ്മിറ്റി ചെയർമാൻ രാജു ചാണ്ടി, ടോമി ഈപ്പൻ, സാജൻ ബി നായർ, ടി ശിവകുമാർ, വിജയലക്ഷ്മി നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈനോസ് ആലപ്പുഴ. പള്ളിപ്പുറം തിരുവൈരാണിക്കുളം കളത്തിൽ ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവം ഭക്തിസാന്ദ്രം. ഞായറാഴ്ച രാത്രി നടന്ന ആറാട്ട് ഉത്സവത്തിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. പള്ളിപ്പുറം തിരുവൈരാണിക്കുളം കളത്തിൽ ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവം ഭക്തിസാന്ദ്രം. ഉത്സവത്തിൻ്റെ ഭാഗമായുള്ള പ്രസിദ്ധമായ ആതിര ദർശനം ഞായറാഴ്ച രാവിലെ 8-ന് ആരംഭിച്ചു. രാവിലെ മുതൽ തന്നെ ഭക്തജനങ്ങളുടെ നീണ്ട ക്യൂ ദൃശ്യമായിരുന്നു. തിക്കും തിരക്കുമില്ലാതെ ആതിര ദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ദേവസ്വം ഏർപ്പെടുത്തിയിരുന്നു. തിരുവാതിരകളി, ഭക്തിഘോഷ ലഹരി, പെരുവനം കാർത്തിക് മാരാരുടെ നേതൃത്വത്തിലുള്ള തായമ്പക, കൈകൊട്ടിക്കളി, ആറാട്ട് സദ്യ, ഓട്ടൻതുള്ളൽ എന്നിവ ഉച്ചയ്ക്ക് മുമ്പായി നടന്നു. വൈകിട്ട് 5-നും 6-നും മധ്യയായിരുന്നു കൊടിയിറക്ക്. തുടർന്ന് ആറാട്ടിന് എഴുന്നള്ളിപ്പ്. തൊടാൻ പറ്റില്ല, അതാണ്. തിരുവാതിര, കോൽക്കളി, നൃത്തോത്സവം, ആറാട്ട് വിളക്ക്, ആറാട്ട് കാണിക്ക തുടങ്ങിയവയും നടന്നു.
വലിയ വിളക്കിനോടനുബന്ധിച്ച് ശനിയാഴ്ച പള്ളിച്ചന്തയിൽ നിന്ന് ഗജവീരന്മാർക്ക് സ്വീകരണവും നൽകി. ടൈം ന്യൂസ് ചേർത്തല. ചേർത്തല നഗരഹൃദയത്തിലെ മുന്തിരിത്തോട്ടം. ചേർത്തല മനോരമ കവലയ്ക്ക് പടിഞ്ഞാറ് ഭാഗത്തെ തോമസ് കുട്ടിയുടെ വീടിൻ്റെ ടെറസിന് മുകളിൽ നിറയെ മുന്തിരിക്കുല. വേറിട്ട കാഴ്ച കാണാം. തോമസ് കുട്ടി വർഗീസിനും ആൻസമ്മയ്ക്കും രാപ്പാർക്കാൻ മുന്തിരിത്തോട്ടവും. ജോലിയിൽ നിന്നും വിരമിച്ച ശേഷം ഇരുനില വീടിൻ്റെ ടെറസിൽ മുഴുവൻ മുന്തിരിയും പച്ചക്കറികളും വിളയിപ്പിച്ച സന്തോഷത്തിലാണ് ചേർത്തല നഗരസഭ 30-ാം വാർഡിൽ റോസ് മരിയ വീട്ടിൽ തോമസ് കുട്ടി വർഗീസും ഭാര്യ ആൻസമ്മയും. 5 വർഷം മുമ്പ് തൃശ്ശൂർ മണ്ണുത്തിയിൽ നിന്ന് കൊണ്ടുവന്ന 2 മുന്തിരി തൈകൾ. വീടിൻ്റെ മുകൾ ഭാഗം മുഴുവൻ മുന്തിരിക്കുലകളാൽ സമ്പന്നം. പ്രത്യേകം GI പൈപ്പ് ഉപയോഗിച്ച് വലപാകിയാണ് മുന്തിരി നട്ടുവളർത്തിയത്. എല്ലുപൊടി, ചാണകം, അടുക്കള മാലിന്യം എന്നിവ ഉപയോഗിച്ചുള്ള കമ്പോസ്റ്റ് വളം ഇതാണ് മുന്തിരി തഴച്ചു വളരാനുള്ള രഹസ്യമെന്ന് ഇവർ പറയുന്നു. കമ്പോസ്റ്റാണ് നമ്മുടെ ഇവിടെ തന്നെയുള്ള മാലിന്യം കുഴിയിലിട്ട്, മറ്റേ മുനിസിപ്പാലിറ്റിയിലെ ഹോസ് പൈപ്പ് അല്ല, മറ്റേ 2 കുഴി എടുത്തിട്ട് ആ കുഴിയിലെല്ലാം ഇടും. ജീർണിക്കുന്ന എന്തും ഇടാം. കഞ്ഞിവെള്ളമോ അതുപോലെ തന്നെ മീനിൻ്റെ വേസ്റ്റ്, ഇറച്ചിയുടെ വേസ്റ്റ്, ഈവൻ സാധനം പൊതിഞ്ഞുകൊണ്ടിരുന്ന ന്യൂസ് പേപ്പർ, കരിയില, പിന്നെ അങ്ങനെയുള്ള എല്ലാ പച്ചില എല്ലാ കുഴിയിലിടും. ആ കുഴി നിറഞ്ഞു കഴിയുമ്പോൾ അടുത്ത കുഴിയിലിടും. അപ്പോൾ അടുത്ത കുഴി നിറഞ്ഞു കഴിയുമ്പോൾ ആദ്യത്തെ കുഴിയെല്ലാം നല്ല ഒന്നാന്തരം കമ്പോസ്റ്റായിട്ട് അത് മാറിയിരിക്കും. ഇടയ്ക്ക് പിന്നെ കുമ്മായവും ഇച്ചിരി മണ്ണും കൂടെ ഒന്ന് വെതറണം ഇടയ്ക്ക്, ഇത് കമ്പോസ്റ്റായി കിട്ടാനായിട്ട്. അത്രയേ ഉള്ളൂ. നമുക്ക് വേറെ ഒരു വളത്തിന് വേണ്ടി അധികം മുടക്കൊന്നും ചെയ്യുന്നില്ല. പിന്നെ ചാണകപ്പൊടി മേടിച്ചിടും. ഈ കമ്പോസ്റ്റും ഒക്കെയാണ് മെയിനായിട്ടും. പിന്നെ ഇറച്ചി കഴുകുന്ന വെള്ളം അതൊക്കെ ഒഴിക്കുന്നത്. കഴിഞ്ഞ വർഷം മുതലാണ് കായ്ഫലം ഉണ്ടാകാൻ തുടങ്ങിയത്. വൈകുന്നേരങ്ങളിൽ തോമസ് കുട്ടിയും ആൻസമ്മയും മുന്തിരി ചുവട്ടിലുണ്ടാവും. മീനച്ചൂട് പോലും മാറി നിൽക്കുന്ന നല്ല തണുപ്പ്. രാവിലെയും വൈകിട്ടും പക്ഷികൾ മുന്തിരി കഴിക്കാനെത്തിയാലും ശല്യപ്പെടുത്താറില്ല. പ്രകൃതിയുടെ അവകാശികളായ ഇവർ കഴിച്ചതിന് ശേഷമുള്ളത് മതി എന്ന തീരുമാനമാണ് ഇരുവർക്കും. ഇനിയിപ്പോൾ ഏകദേശം 1 മാസം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ അതിൻ്റെ കളർ വെച്ച് തുടങ്ങി. എന്നാലും ഇത് കൂടുതൽ പഴുക്കും തോറും നമുക്ക് കൂടുതൽ കിളികൾ വന്ന് അത് കൊണ്ടുപോകാൻ പതിവ്. നമുക്കതൊരു എന്താ പറയുക, ഒരു ഫ്രൂട്ട്സിൻ്റെ ഉള്ളത് ഉദ്ദേശിച്ചല്ല, നമുക്കത് കാണാനുള്ള ഒരു കൗതുകവും പിന്നെ പക്ഷികൾ കൊണ്ടുപോകുമ്പോൾ നമ്മൾ അവർക്കും അവകാശപ്പെട്ടതാണല്ലോ, അപ്പോൾ കഴിച്ചോട്ടെ എന്ന് വിചാരിക്കും. പിന്നെ നമുക്ക് അത്ര താല്പര്യം ഉണ്ടെങ്കിൽ 3-4 കൊല്ലം നമ്മളത് പ്ലാസ്റ്റിക് കവറിൽ പ്രൊട്ടക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കത് പഴുത്ത് കിട്ടും. മിക്കവാറും കിളികളാണ് കൂടുതലും കൊണ്ടുപോകുന്നത്. മുന്തിരി കൂടാതെ പച്ചക്കറികളും ടെറസിൽ വളർത്തുന്നു. ഡ്രാഗൺ ഫ്രൂട്ട്, കോവൽ, പീച്ചിൽ, വെണ്ട, ചേന, ചേമ്പ്, പയർ, കാന്താരി എന്നിവയുമുണ്ട്. എറണാകുളം കലൂർ സെൻറ് അഗസ്റ്റിൻസ് HSSൽ നിന്നും വിരമിച്ച ആൻസമ്മയും ആലുവ കർണാടക ബാങ്ക് മാനേജരായി വിരമിച്ച തോമസ് കുട്ടി വർഗീസും ഇപ്പോൾ മുഴുവൻ സമയവും കൃഷിയിൽ തന്നെ. കൃഷികൾ കൂടാതെ പ്രാവ് വളർത്തലും ഉണ്ട്. തമിഴ്നാട്ടിലെ കുലശേഖരം ദന്തലാശുപത്രിയിൽ ജോലി ചെയ്യുന്ന മകൾ ഡോക്ടർ നീന വീട്ടിൽ വരുമ്പോൾ മാതാപിതാക്കളോടൊപ്പം കൃഷിയിലും സജീവമാകും. ഇനി ആപ്പിളും ഓറഞ്ചും കൂടി കൃഷി ചെയ്യാൻ ഒരുങ്ങുകയാണെന്ന് ഇരുവരും പറഞ്ഞു. കൗതുക കാഴ്ച കാണാൻ നിരവധി പേരാണ് ഇങ്ങോട്ട് എത്തുന്നത്. ടൈം ന്യൂസ് ചേർത്തല. ചേർത്തലയിലെ 4 മണിക്കട ശ്രദ്ധേയമാകുന്നു. ചേർത്തല ഹെഡ് പോസ്റ്റ് ഓഫീസിന് വടക്ക് വശത്താണ് 12 കർഷകർ ചേർന്ന 4 മണിക്കട ആരംഭിച്ചത്. കാണാം. ഗ്രോമോർ അഗ്രിടെക് എന്ന കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ചേർത്തല പോസ്റ്റ് ഓഫീസിന് വടക്കുവശം 4 മണിക്കട എന്ന പേരിൽ ജൈവ പച്ചക്കറി കൃഷിയുടെ വിപണനം ആരംഭിച്ചത്. പച്ചക്കറി കൃഷികളിലും പഴവർഗ്ഗങ്ങളിലുമൊക്കെ വിഷപ്രയോഗം കൂടുന്നത് മനസ്സിലാക്കി ചേർത്തല താലൂക്കിൽ ജൈവ പച്ചക്കറി കൃഷി, പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ 5 വർഷം മുൻപ് രൂപം കൊണ്ട കൂട്ടായ്മയാണ് ഗ്രോമോർ അഗ്രിടെക്. സുരക്ഷിതമായ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ജനങ്ങൾക്ക് ലഭ്യമാകുക എന്ന ലക്ഷ്യത്തോടെയാണ് 12ഓളം കർഷകർ ഈ സംരംഭത്തിന് തുനിഞ്ഞിറങ്ങിയത്. എല്ലാ ദിവസവും വൈകിട്ട് 4 മണി മുതലാണ് നമ്മൾ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. കാരണം രാവിലെ മുതൽ നമ്മൾ പറമ്പിലെ കാര്യങ്ങളെല്ലാം ചെയ്ത് അവിടുന്ന് സംഭരിക്കുന്ന പച്ചക്കറികൾ കർഷകർ തന്നെ ഇവിടെ കൊണ്ടുവന്ന് വിപണനം ചെയ്യുന്ന ഒരു സംവിധാനമാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഗ്രോമോർ അഗ്രിടെക് എന്ന് പറയുന്നത് കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് നമ്മൾ ചേർത്തലയുടെ വിവിധ ഭാഗങ്ങളിൽ ഏകദേശം ഒരു 20ഓളം ഏക്കറിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സുരക്ഷിതമായ പച്ചക്കറി കൃഷി എന്നുള്ള ഒരു ലേബലിൽ കേരള കാർഷിക സർവകലാശാലയിൽ വിഷാംശ പരിശോധന ടെസ്റ്റ് നടത്തുന്ന ഒരു കേരളത്തിലെ വളരെ വിരളം ഗ്രൂപ്പുകളിൽ ഒന്നാണ് ഞങ്ങൾ.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടി എന്ന് പറയുന്നത് വിഷരഹിതമായ പച്ചക്കറിയാണ്. ഞങ്ങളിവിടെ കൊണ്ടുവരുന്ന പച്ചക്കറികൾ ഞങ്ങളുടേത് മാത്രമാണ്. നമ്മൾ പുറത്തുനിന്ന് യാതൊരുവിധ പച്ചക്കറികളും എടുക്കുന്നില്ല. ഞങ്ങൾക്ക് സുരക്ഷിതമെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു കൃത്യമായ കൃഷി രീതി നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കൃഷി രീതിയിലൂടെയാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. കാരണം ഞങ്ങൾക്ക് തന്നെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെയാണ് ഞങ്ങൾ വളമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിലൂടെ ഉൽപ്പാദിപ്പിച്ച് വരുന്ന സാധനങ്ങൾ ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഇതിലൊന്നും യാതൊരുവിധ കാരണവശാലും യാതൊരുവിധ വിഷവും ഇല്ലാത്ത പച്ചക്കറികളാണ് നമ്മളിവിടെ എത്തിക്കുന്നത്. യാതൊരു വിധത്തിലുമുള്ള രാസവിഷങ്ങളും ഉപയോഗിക്കാതെ ചേർത്തലയുടെ തന്നെ വിവിധ പ്രദേശങ്ങളിൽ ശാസ്ത്രീയമായ കൃഷിരീതികൾ ഉപയോഗിച്ച് കൃഷി ചെയ്തെടുത്ത പച്ചക്കറി പഴവർഗ്ഗങ്ങൾ ഗ്രോമോർ അഗ്രിടെക് വഴി ജനങ്ങൾക്ക് വാങ്ങുവാൻ സാധിക്കും. കൂടാതെ ഓരോ വിളവെടുപ്പിന് ശേഷവും കേരള കാർഷിക വിഷാംശ പരിശോധനാ ലാബിൽ ടെസ്റ്റ് ചെയ്ത വിൽക്കുന്ന കൂട്ടായ്മയാണ് ഗ്രോമോർ അഗ്രിടെക്. സുരക്ഷിത കൃഷിയെ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി നല്ലയിനം പച്ചക്കറി തൈകൾ, ജൈവമാലിന്യങ്ങൾ, ഗ്രോ ബാഗുകൾ, വീട്ടുമാലിന്യം സംസ്കരിച്ച് വളമാക്കുന്നതിനുള്ള ഉപകരണം തുടങ്ങിയവ സ്റ്റാളുകളിൽ നിന്ന് ലഭ്യമാണ്. ഗ്രോമോർ അഗ്രിടെക് രക്ഷാധികാരി ശിവദാസൻ, പ്രസിഡന്റ് ഹരിമോഹൻ, സെക്രട്ടറി ഷംല, ബിജുമോൻ, രാജേഷ്, ജോബി, പ്രവീൺ, ഗിരീഷ്, രഞ്ജിത് ദാസ്, ബൈജു, ജഗദീഷ്, നാജിദ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് മുട്ടമ്പള്ളി, അരീപ്പറമ്പ്, തൈക്കൽ, ചേർത്തല, ഒറ്റപ്പുന്ന, കുറുപ്പംകുളങ്ങര, ആലുങ്കൽ, കരുവ, കടക്കരപ്പള്ളി തുടങ്ങിയ ചേർത്തല താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ കൃഷി ചെയ്ത ഗ്രോമോർ അഗ്രിടെക് സ്റ്റാളുകളിൽ വിൽക്കുന്നത്. ടൈം ന്യൂസ്, ചേർത്തല. കേരള സ്റ്റേറ്റ് റേഷൻ റീറ്റെയിൽ ഡീലേഴ്സ് യൂണിയന്റെ ചേർത്തല താലൂക്ക് കൺവെൻഷൻ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് തൈക്കൽ സത്താർ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് റേഷൻ റീറ്റെയിൽ ഡീലേഴ്സ് അസോസിയേഷന്റെ താലൂക്ക് കൺവെൻഷൻ നടന്നു. ചേർത്തല താലൂക്ക് NSS യൂണിയൻ ഹാളിലാണ് സമ്മേളനം നടന്നത്. സംസ്ഥാന പ്രസിഡന്റ് തൈക്കൽ സത്താർ ഉദ്ഘാടനം ചെയ്തു. ഒരു സംഘടനയ്ക്കും കഴിയാതിരുന്ന കാലത്ത് കേരള സ്റ്റേറ്റ് റേഷൻ റീറ്റെയിൽ ഡീലേഴ്സ് അസോസിയേഷൻ എന്ന സംഘടന ശക്തമായി ഒരു ദിവസം കട അടച്ചിട്ടുണ്ട്. അന്ന് നമ്മുടെ സഹോദര സംഘടനകൾ നമ്മുടെ റേഷൻ കട അടച്ചിടണമെന്ന് പറഞ്ഞപ്പോൾ അതിന് അമാന്തം വിചാരിപ്പിച്ചു. അതിന് 18 റേഷൻ വ്യാപാരികളാണ് നമ്മുടെ സംഘടനയിൽപ്പെട്ട ബലിയാടുകളായത്. അവർക്ക് കടകൾ നമ്മൾ മേടിച്ചു കൊടുത്തു, അത് വേറെ കാര്യം. പക്ഷേ നമ്മുടെ സംഘടനയിൽപ്പെട്ട 11 റേഷൻ കാർഡുകളുടെ കട ഈ ഗവൺമെന്റ് സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. അത് നമ്മളുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തത് കൊണ്ട് മാത്രമാണ് ആ റേഷൻ വ്യാപാരികളുടെ കട സസ്പെൻഡ് ചെയ്യുവാൻ സാധ്യത. മേലിലൊരു റേഷൻ കടയും ഇതുപോലുള്ള സമരം പ്രഖ്യാപിക്കുമ്പോൾ കട അടച്ചിടരുത് എന്നുള്ള ഗവൺമെന്റിന്റെ കർക്കശമായ ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ കടകൾ അടച്ചിടുവാൻ തീരുമാനിച്ചത്. അപ്പോൾ ഏതൊരു കാര്യങ്ങളുണ്ടായാലും അതിന് കുറച്ച് റേഷൻ വ്യാപാരികൾ ബലിയാടാകും എന്നുള്ളതിന് സംശയമില്ല. അപ്പോൾ നമ്മുടെ സംഘടനാ ശക്തി കൊണ്ട് മാത്രമേ നമ്മുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുള്ളൂ. താലൂക്ക് പ്രസിഡന്റ് EB തിലകൻ അധ്യക്ഷനായി. കാലാവധി കഴിഞ്ഞ ആട്ട തിരിച്ചെടുക്കുക, മാർച്ച് മാസത്തെ കമ്മീഷൻ ഉടൻ നൽകുക, ദുരിതകാലഘട്ടങ്ങളിൽ വിതരണം ചെയ്ത കിറ്റിൻ്റെ കമ്മീഷൻ കോടതി വിധിക്ക് അനുസരണമായി ഉടൻ വിതരണം ചെയ്യുക, പോസ്റ്റ് ബില്ല് വിതരണം ചെയ്യുന്നതിനായി നൽകി വന്ന പേപ്പർ റോൾ വിതരണം പുനഃസ്ഥാപിക്കുക, AAY കാർഡുകാർക്ക് മാത്രമായി മണ്ണെണ്ണ പരിമിതപ്പെടുത്തി എത്തിച്ചു തരിക എന്നിവ യോഗം ആവശ്യപ്പെട്ടു. രാജ്മോഹൻ, ജയചന്ദ്രൻ, N രാജീവ് എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. തുറവൂർ മഹാക്ഷേത്രത്തിലെ ബലിക്കൽ പുരകൾ ജീർണാവസ്ഥയിൽ. താൽക്കാലികമായി പരിഹരിക്കാൻ ശ്രമിച്ച ദേവസ്വത്തിൻ്റെ നീക്കം ഭക്തജനങ്ങൾ തടഞ്ഞു. ശാശ്വതമായ പരിഹാരം വേണമെന്ന് ആവശ്യം. തുറവൂർ മഹാക്ഷേത്രത്തിന്റെ ബലിക്കൽ പുര ജീർണാവസ്ഥയിൽ. ബലിക്കൽ പുരയുടെ തെക്ക് ഭാഗത്തെ കൂറ്റൻ ചിത്രപ്പണികൾ ചെയ്ത സമാന്തരമായി നിൽക്കുന്ന തടിയാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. ഈ തടിയെ താങ്ങി നിർത്തുന്ന തൂണുകൾ ദ്രവിച്ച് വീടാറായി നിൽക്കുന്നു. കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്താതെ ദേവസ്വം ബോർഡ് കഴിഞ്ഞ ശനിയാഴ്ച ഇരുമ്പ് പൈപ്പ് കൊണ്ട് താങ്ങി നിർത്തുവാൻ പണി തുടങ്ങിയിരുന്നു. എന്നാൽ ഭക്തജനങ്ങൾ ഇടപെട്ട് പണി നിർത്തിവെപ്പിക്കുകയായിരുന്നു. 2023 മുതൽ ദേവസ്വം അധികൃതർക്ക് ബലിക്കൽ പുരയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണം എന്ന് കാട്ടി ഭക്തർ പരാതി നൽകിയെങ്കിലും നാളിതുവരെ പരിഹാരമായിട്ടില്ല. ഇതിനിടയിലാണ് താൽക്കാലിക പരിഹാരം എന്ന നിലക്ക് ഇരുമ്പ് തൂണുകൾ സ്ഥാപിക്കാൻ ശ്രമിച്ചത്. തെക്കേ ബലിക്കൽ പുരയുടെ പ്രവേശന കവാടത്തിന് സമീപത്തെ തൂണും പൂർണ്ണമായും ദ്രവിച്ച നിലയിലാണ്. മുൻ ക്ഷേത്ര ഉദ്ദേശ സമിതിയുടെ പേരിൽ 45 ലക്ഷം രൂപയോളം ദേവസ്വം ബോർഡിൽ നിലനിൽക്കുന്നു. ക്ഷേത്ര അറ്റകുറ്റപ്പണികൾ നടത്താൻ ബോർഡ് വിമുഖത കാട്ടുന്നതിൽ വൻ ഭക്തജന പ്രതിഷേധമാണ് ഉയരുന്നത്. രണ്ട് ശ്രീകോവിലിന്റെ ബലിക്കപ്പുര പോയി നിൽക്കുക, പൂർണ്ണമായിട്ട് പോയി നിൽക്കുകയാണ്. വടക്കേപ്പുറത്തെ കഷ്ണം വിട്ടു തുടങ്ങി 2023 നമ്മൾ കോടതിയിൽ പരാതി കൊടുത്തു, ഓംബുഡ്സ്മാൻ. ആ പരാതി നിലവിൽ നിൽക്കുമ്പോഴാണ് ഇന്നലെ
ചൂട് പിടിച്ച് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉപ്പിരിയപ്പൻ്റെ നേതൃത്വത്തിൽ ഒരു കോൺട്രാക്ടറെ കൊണ്ട് താൽക്കാലികമായ സംവിധാനത്തിൽ തൂണ് വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളെ വിളിച്ച് പറയുന്നത്. നിങ്ങൾ തൂണ് വെക്കാൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ വന്നിട്ട് നിങ്ങൾ വരാൻ പറഞ്ഞു. വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ തൂണ് എടുത്ത് മാറ്റാൻ മേലാത്ത കണ്ടീഷനായി. കാരണം വെച്ചാൽ അത് തൂങ്ങി നിൽക്കുന്ന സാധനത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് മേളിലേക്ക് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് എടുത്ത് മാറ്റേണ്ട കണ്ടീഷന് വന്നപ്പോഴത്തേക്ക് നിലത്തേക്ക് കുത്തുക. അപ്പൊ നിലത്തേക്ക് കുത്തി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ തന്നെ ഇത് മാറ്റിക്കഴിഞ്ഞാൽ ഇതെല്ലാം കേസും കൂടെ നമ്മുടെ കരുത്തേക്ക് നമ്മൾ അവർ ദേവസ്വം ബോർഡ് ചെയ്യാൻ വേണ്ടി വന്നു, നമ്മൾ ചെയ്യിപ്പിച്ചില്ല എന്നുള്ള ഒരു പരാതി വരും. ഇതുകൊണ്ടാണ് അത് നമ്മൾ മാറ്റിക്കാത്തത്. ഇത് പിന്നെ ഹൈക്കോടതിയുടെ മുമ്പിലേക്ക് നമ്മൾ കേസായിട്ട് പോയിട്ടുണ്ട്. ദേശസമിതി അവർക്ക് ലെറ്റർ കൊടുത്തിട്ടുള്ളതാണ് ഇത് ഇങ്ങനെ ചെയ്യാമെന്നും പറഞ്ഞ്. ഇതുവരെ അവർ അതിനെപ്പറ്റി യാതൊരു കാര്യവും ചെയ്തിട്ടില്ല. അതിൻ്റെ അടിയിൽ കൂടി ആളുകൾ പോകുമ്പോൾ അവരുടെ മേത്ത ഷീറ്റ് വീട് ആളുകൾ തകരാറാകാൻ വരെ സംഭവിക്കാവുന്നതാണ്. അതിനൊന്നും യാതൊരു ഉത്തരവാദിത്വം ബോർഡിനില്ല. ബോർഡ് ഇവിടുന്ന് ചില്ലറ എണ്ണി കൊണ്ടുപോകാന്നുള്ള ആ ഉത്തരവാദിത്വം മാത്രമേ അവർക്കുള്ളൂ. ഇവിടെ തൊറൂരമ്പലത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു ബാത്റൂം കോംപ്ലക്സ് ഇല്ലാത്തത്. അതിനെതിരെ നമ്മളൊരു 2017 തൊട്ട് പോരാടുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തത് നമ്മുടെ നേതൃത്വം, നമ്മുടെ യുവാക്കളുടെ ഒരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പണിയാമെന്ന് പറഞ്ഞ അപേക്ഷ കൊടുത്തിട്ട് അതുപോലും അംഗീകരിക്കാൻ തയ്യാറല്ല ദേവസ്വം ബോർഡ്. ക്ഷേത്ര ഭണ്ഡാരത്തിൽ മാത്രമാണ് ദേവസ്വത്തിന് താല്പര്യമെന്ന് ഭക്തജനങ്ങൾ പറയുന്നു. ക്ഷേത്രത്തിന് കിഴക്ക് ദേശീയപാതയോരത്ത് ക്ഷേത്രത്തിന്റെ പൊളിച്ചിട്ട മതിൽ ഇതുവരെയും പണിതിട്ടില്ല. ഇത് പുനർനിർമ്മിക്കാത്തതിൽ ഭക്തജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. മഴക്കാലത്ത് ക്ഷേത്രക്കുളത്തിലേക്ക് മലിനജലം ഒഴുകി അശുദ്ധമാകുമെന്ന് ഭക്തജനങ്ങൾ പറയുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കീഴിലുള്ള തുറവൂർ മഹാക്ഷേത്രത്തിനോട് അധികൃതർ കാണിക്കുന്ന അലംഭാവത്തിൽ വലിയ പ്രതിഷേധമാണ് ഭക്തജനങ്ങളിൽ നിന്നും ഉയരുന്നത്. തുറവൂരിൽ നിന്നും പ്രസാദ് കൃഷ്ണൻകുട്ടി, ടൈം ന്യൂസ്. ചേർത്തല താലൂക്ക് NSS യൂണിയന്റെ നേതൃത്വത്തിൽ ബാലസംഗമം സംഘടിപ്പിച്ചു. നിറച്ചാർത്ത് 2024 എന്ന പേരിലാണ് ബാലസംഗമം ഒരുക്കിയത്. ചേർത്തല താലൂക്ക് NSS യൂണിയന്റെ ആഭിമുഖ്യത്തിൽ 78 കരയോഗങ്ങളിലെയും ബാലസമാജ കുട്ടികൾക്കായാണ് നിറച്ചാർത്ത് 2024 എന്ന പേരിൽ ബാലസംഗമം സംഘടിപ്പിച്ചത്. NSS യൂണിയൻ ഹാളിലായിരുന്നു ബാലസംഗമം ഒരുക്കിയത്. യൂണിയൻ പ്രസിഡന്റും ഡയറക്ടർ ബോർഡ് അംഗവുമായ പ്രൊഫസർ ഇലഞ്ഞിയിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തെ ആത്മധൈര്യത്തോടെ നേരിടുന്നതിനുമുള്ള ഒരു കരുത്ത് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ക്ലാസ്സാണിത്. അത് വിനോദത്തിലൂടെയും അതുപോലെ വിജ്ഞാനത്തിലൂടെയും ഒക്കെ ക്ലാസ് എടുക്കാനാണ് ശ്രീ ഫ്രാൻസിസ് സാലസ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇപ്പോൾ +2ൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞു, 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞു. എല്ലാ വിദ്യാർത്ഥികളും അടുത്ത കോഴ്സിനും അടുത്ത പഠനത്തിനും വേണ്ടിയുള്ള തയ്യാറെടുപ്പ് എടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏത് കാര്യങ്ങളെ സംബന്ധിച്ചും വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം വ്യക്തമായ ഒരു ലക്ഷ്യബോധം ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതാണ്. അയൽപക്കത്തെ വിദ്യാർത്ഥി എഞ്ചിനീയറിങ്ങിന് പോയി, അയാൾ സയൻസ് ഗ്രൂപ്പ് എടുത്തു, അയാൾ കൊമേഴ്സ് എടുത്തു, അതുകൊണ്ട് ഞാനും അതെടുക്കാം എന്നാരും വിചാരിക്കരുത്. ഓരോ കുഞ്ഞുങ്ങളുടെ മനസ്സിലും ഓരോ വിദ്യാർത്ഥികളുടെ ഹൃദയത്തിലും മനസ്സിലും ശരീരത്തിലും ഓരോ കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട്. ആ കഴിവുകൾ എന്താണെന്ന് കണ്ടെത്തുകയും അത് പരിപോഷിക്കുന്നതിനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുകയാണ് വേണ്ടത്. വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് S മുരളീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി S ജയകൃഷ്ണൻ ബാലസംഗമ സന്ദേശം നൽകി. വനിതാ യൂണിയൻ സെക്രട്ടറി ജയലക്ഷ്മി അൽകുമാർ ആശംസ നേർന്നു. പ്രശസ്ത മോട്ടിവേറ്ററും മൈൻഡ് റീഡർ ആൻഡ് സോഫ്റ്റ് സ്കിൽ ട്രെയിനറുമായ ഫ്രാൻസിസ് സാലസ് കുട്ടികൾക്കായുള്ള ക്ലാസ്സിന് നേതൃത്വം നൽകി. ബാലസമാജം താലൂക്ക് കോർഡിനേറ്റർ N രാമേന്ദ്രൻ സ്വാഗതവും NSS ഇൻസ്പെക്ടർ നിഖിൽ വേണു നന്ദി പറഞ്ഞു. 78 കരയോഗങ്ങളിൽ നിന്നായി 300ഓളം ബാലസമാജ പ്രവർത്തകർ പങ്കെടുത്തു. ടൈം ന്യൂസ്, ചേർത്തല. വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ചേർത്തല സ്വദേശിനിക്ക് ഡോക്ടറേറ്റ് ലഭിച്ചു. ചേർത്തല ദൈവത്തിങ്കൽ വീട്ടിൽ ജോർജ് ജോസഫിൻ്റെ ഭാര്യ ഡോക്ടർ ജിൻസി ഫെർണാണ്ടസിനാണ് ഡോക്ടറേറ്റ് ലഭിച്ചത്. വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ചേർത്തല സ്വദേശിനിക്ക് ഡോക്ടറേറ്റ്. ചേർത്തല ദൈവത്തിങ്കൽ വീട്ടിൽ ജോർജ് ജോസഫിൻ്റെ ഭാര്യ ഡോക്ടർ ജിൻസി ഫെർണാണ്ടസിനാണ് ഡോക്ടറേറ്റ് ലഭിച്ചത്. ബയോമെട്രിക് വാട്ടർ മാർക്കിംഗ് ഉപയോഗിച്ചുള്ള ഇമേജ് പകർപ്പവകാശ സംരക്ഷണ പദ്ധതിയിലാണ് വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ഡോക്ടറേറ്റ് ലഭിച്ചത്. കരുനാഗപ്പള്ളി കുറ്റിത്തറയിൽ ജോൺ ഫെർണാണ്ടസിൻ്റെയും മേഴ്സി ഫെർണാണ്ടസിൻ്റെയും മകൾ.
ചേർത്തല ദൈവത്തിങ്കൽ ജോർജ് ജോസഫിൻ്റെ ഭാര്യയായ ജിൻസി കാക്കനാട് രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ജിയ, ഗ്രൈസ്ര എന്നിവർ മക്കൾ. ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ ജിൻസിയെ നിഞ്ച കൺസ്ട്രക്ഷൻ ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് ആദരിച്ചു. 14ാമത് വാർഷികത്തോടനുബന്ധിച്ച് ദൈവത്തിങ്കൽ വീട്ടിലെത്തിയാണ് ആദരിച്ചത്. ഡയറക്ടർ ബോർഡ് മെമ്പർ അഞ്ജു ശ്യാം പൊന്നാട അണിയിച്ചു. ഡയറക്ടർ ശ്യാംകുമാർ ഉപഹാരം നൽകി. മാനേജർ ജയസേനൻ, മറ്റംഗങ്ങൾ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ഡിഗ്രി തലത്തിൽ അങ്ങനെ ഡോക്ടറേറ്റ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ ആദരിക്കുന്ന ചടങ്ങ് എല്ലാ വർഷവും കൃത്യമായി നടത്തി വരാറുള്ളതാണ്. അത് കൂടുതലായി നമ്മൾ ചെയ്തു വരുന്നത് നമ്മൾ കുടുംബാംഗങ്ങൾ തന്നെയായിരിക്കും. അതിനകത്ത് പ്രധാനമായി നമ്മുടെ പ്രദേശത്തെ ഏറ്റവും പ്രമുഖ വ്യക്തികളെ ഒരാളെ ആദരിക്കും. അതിലിപ്പോൾ 2 പേരെ ആണ് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും SLCയും +2 പാസ്സായ അവരെ നമ്മൾ അനുമോദന ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ വേറൊരു കുടുംബാംഗങ്ങളായ ഡോക്ടർ ജിൻസി ജെ ഫ്രാൻസിസ് വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ഡോക്ടറേറ്റ് നേടി വലിയ ഒരു വിജയം കൈവരിച്ചിരിക്കുക. അതിന് ടീം നിഞ്ചയുടെ ഒരു ആദരവാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ടൈം ന്യൂസ് ചേർത്തല. മാതൃഭൂമി ആലപ്പുഴ ബ്യൂറോ ചീഫായിരുന്ന ജോയി വർഗീസിൻ്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ ജോയി വർഗീസ് സ്മാരക മാധ്യമ പുരസ്കാരം മലയാള മനോരമയിലെ ജിതിൻ ജോസിന്. പോയ വർഷത്തെ രാഷ്ട്രീയ ലേഖനം, മികച്ച റിപ്പോർട്ടിംഗ് എന്നിവ പരിഗണിച്ചാണ് പുരസ്കാരം നൽകുന്നത്. ഈ വർഷത്തെ ജോയി വർഗീസ് സ്മാരക മാധ്യമ പുരസ്കാരം ജിതിൻ ജോസിന് ലഭിച്ചു. പോയ വർഷത്തെ രാഷ്ട്രീയ ലേഖനം, റിപ്പോർട്ടിംഗ് എന്നിവയെ അടിസ്ഥാനമാക്കി നടത്തിയ പുരസ്കാര നിർണയത്തിൽ അച്ഛനോടോ അമ്മയോടോ സ്നേഹം എന്ന തലക്കെട്ടിൽ മനോരമ പ്രസിദ്ധീകരിച്ച തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടുകളാണ് അവാർഡ് നേടിക്കൊടുത്തത്. മലയാള മനോരമ ആലപ്പുഴ യൂണിറ്റിലെ ചീഫ് റിപ്പോർട്ടറാണ്. 15,000 രൂപയും പ്രശസ്തി പത്രവും ഉപഹാരവും അടങ്ങുന്ന പുരസ്കാരം 13ാം ചരമവാർഷിക ദിനമായ മെയ് 19 സമർപ്പിക്കും. അന്ന് പകൽ 2:30 ആലപ്പുഴ YMCA ഹാളിൽ മാതൃഭൂമി സ്പെഷ്യൽ കറസ്പോണ്ടൻസും ആലപ്പുഴ ബ്യൂറോ ചീഫുമായ ജോയി വർഗീസിൻ്റെ ഓർമ്മകളുമായി ജോയി വർഗീസ് ഫൗണ്ടേഷൻ നടത്തുന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനവും പുരസ്കാരദാനവും ഗോവ ഗവർണർ ഡോക്ടർ PS ശ്രീധരൻപിള്ള നിർവഹിക്കും. ഫൗണ്ടേഷൻ ചെയർമാൻ ടോമി പുലിക്കാട്ടിൽ അധ്യക്ഷനായിരിക്കും. PP ചിത്തരഞ്ജൻ MLA മുഖ്യ അതിഥിയാവും. മുൻ MLA A ഷുക്കൂർ അനുസ്മരണ പ്രഭാഷണം നടത്തും. പ്രസ് ക്ലബ് പ്രസിഡന്റ് S സജിത് കുമാർ, മാതൃഭൂമി ജേർണലിസ്റ്റ് യൂണിയൻ യൂണിറ്റ് പ്രസിഡന്റ് G വേണുഗോപാൽ എന്നിവർ സംസാരിക്കും. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സണ്ണിക്കുട്ടി എബ്രഹാം, മാതൃഭൂമി തിരുവനന്തപുരം മുൻ ബ്യൂറോ ചീഫ് R ഹരികുമാർ, ദി ഹിന്ദു പത്തനംതിട്ട മുൻ ബ്യൂറോ ചീഫ് രാധാകൃഷ്ണൻ കുറ്റൂർ എന്നിവരുൾപ്പെട്ട പാനലാണ് പുരസ്കാര നിർണയം നടത്തിയത്. ടൈനൂസ് ആലപ്പുഴ. നേപ്പാളിൽ നടക്കുന്ന ഏഷ്യൻ സോഫ്റ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിലുള്ള ഇന്ത്യൻ ടീമിൽ ആലപ്പുഴ സ്വദേശിനിയും കായംകുളം സ്വദേശിനിയായ ഷിഖനാസ് ഷിഹാബാണ് ഇന്ത്യൻ ടീമിൽ ഇടം നേടിയത്. നേപ്പാളിൽ നടക്കുന്ന ഏഷ്യൻ സോഫ്റ്റ് ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിലുള്ള ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ച് കായംകുളം MSM കോളേജ് വിദ്യാർത്ഥിനി. സോഫ്റ്റ് ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിലേക്ക് സെലക്ഷൻ നേടിയ കായംകുളം MSM കോളേജ് പോസ്റ്റ് ഗ്രാജുവേഷൻ സ്റ്റുഡൻറ്റ് ഷഹനാസ് ഷിഹാബ് മെയ് 13 മുതൽ 17 വരെ നേപ്പാളിൽ നടക്കുന്ന ഏഷ്യൻ സോഫ്റ്റ് ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിലുള്ള ഇന്ത്യൻ ടീമിനോടൊപ്പം ചേരാൻ നേപ്പാളിലേക്ക് യാത്ര തിരിച്ചു. ദുബായിൽ വർഷങ്ങളായി ജോലി നോക്കുന്ന കായംകുളം സ്വദേശി ഷിഹാബിൻ്റെ മകളാണ്. ജലീല മാതാവും ആഖിൽ ഷിഹാബ് ഏക സഹോദരനുമാണ്. ടൈനോസ് കായംകുളം. മുഹമ്മദ് സന്മാർഗ സന്തായിനി അനന്തശയനേശ്വര ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞം തുടരുന്നു. 5ാം ദിവസം നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്ര ഭക്തിസാന്ദ്രം. കൊച്ചനാകുളങ്ങര ദേവീക്ഷേത്രത്തിൽ നിന്നാണ് ഘോഷയാത്ര ആരംഭിച്ചത്. പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച ഘോഷയാത്രയിൽ കൃഷ്ണൻ്റെയും രുക്മിണിയുടെയും വേഷമണിഞ്ഞ കുട്ടികൾ അണിനിരുന്നു. യജ്ഞവേദിയിൽ ഘോഷയാത്രയ്ക്ക് ഭക്തി നിർഭരമായ വരവേൽപ്പ് നൽകി. യജ്ഞാചാര്യൻ മണപ്പുറം ഉദയകുമാർ, ക്ഷേത്ര മേൽശാന്തി സതീശൻ കിഴക്കേ അറയ്ക്കൽ എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികരായി. ദേവസ്വം പ്രസിഡന്റ് D തങ്കച്ചൻ, വൈസ് പ്രസിഡന്റ് BK രാധാകൃഷ്ണൻ, സെക്രട്ടറി MP ജയപ്രകാശ്, ജോയിന്റ് സെക്രട്ടറി R ഹരിഹരൻ, ട്രഷറർ R വിനോദ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. 14 വരെ ദിവസവും രാവിലെ ഗണപതി ഹോമം, വിഷ്ണു സഹസ്രനാമജപം, സമൂഹ പ്രാർത്ഥന, 7:30 ഭാഗവത പാരായണം, ഭാഗവത പ്രഭാഷണം, പ്രസാദകൂട്ട്, വൈകിട്ട് ഭാഗവത പാരായണം, ഭജന, പ്രഭാഷണം എന്നിവ നടക്കും. ടൈനൂസ് മുഹമ്മദ്.
തുറവൂർ വളമംഗലം വടക്ക പരിഞ്ഞാപ്പള്ളി ഭദ്രകാളി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷിക മഹോത്സവം ഭക്തിസാന്ദ്രം. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ക്ഷേത്രത്തിൽ 2 ദിവസമായി നടന്നുവരുന്ന താന്ത്രിക കർമ്മങ്ങൾ ക്ഷേത്രം തന്ത്രി മരുത്തൂർവട്ടം അഷ്ടലക്ഷ്മീമഠം ഹരിദാസ് പോറ്റി, ക്ഷേത്ര മേൽശാന്തി രാമചന്ദ്രൻ എംബ്രാന്റെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് നടന്നത്. ഞായറാഴ്ച രാവിലെ ഉച്ചപൂജയ്ക്ക് ശേഷം ശുദ്ധിക്രിയകൾ നടന്നു. തുടർന്ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, കലശപൂജകൾ, കളഭപൂജ, ഉപദേവതമാർക്ക് പരികലശാഭിഷേകങ്ങൾ എന്നിവയും നടന്നു. 11:30 നടന്ന ഉച്ചപൂജയ്ക്ക് നിരവധി ഭക്തർ പങ്കുചേർന്നു. 12-ന് സർപ്പദൈവങ്ങൾക്ക് തളിച്ചുകുളിയും ഉണ്ടായിരുന്നു. പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ച് തിരുവാതിരക്കളി, ഗാനമേള എന്നീ കലാപരിപാടികളും ക്ഷേത്രത്തിൽ അരങ്ങേറി. ടൈ ന്യൂസ്, തുറവൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. പകർച്ചപ്പനികളായ പക്ഷിപ്പനി, H1N1 എന്നിവയ്ക്കെതിരെ ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. പക്ഷികളിൽ നിന്നും അപൂർവം ഘട്ടങ്ങളിൽ മനുഷ്യരിലേക്കും പനി പകരാമെന്ന് ആരോഗ്യവകുപ്പ്. റോട്ടറി ക്ലബ്ബ് ഓഫ് ആലപ്പി വജ്ര ജൂബിലി ആഘോഷത്തിന്റെ നിറവിൽ. ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതുൾപ്പെടെ നിരവധി സേവന പ്രവർത്തനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പള്ളിപ്പുറം തിരുവൈരാണിക്കുളം കളത്തിൽ ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവം ഭക്തിസാന്ദ്രം. ഞായറാഴ്ച രാത്രി നടന്ന ആറാട്ടുത്സവത്തിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ചേർത്തല നഗരഹൃദയത്തിലെ മുന്തിരിത്തോട്ടം കൗതുക കാഴ്ചയാവുന്നു. ചേർത്തല മനോരമ കവലയ്ക്ക് പടിഞ്ഞാറ് വശത്ത് തോമസ് കുട്ടിയുടെ വീടിന്റെ ടെറസിൽ നിറയെ മുന്തിരിക്കുല. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.